അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനുള്ള 5 വഴികൾ. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയും പ്രവൃത്തിയും എല്ലാം ഉണ്ടാവുക. എന്നാൽ നമുക്കുണ്ടാകുന്ന അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന ചിന്തകൾ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴായി വന്നു പോയിട്ടുണ്ടാകും. പലപ്പോഴും അത്തരം ചിന്തകൾ നമ്മെ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കുകയും ചെയ്യും. ഇത്തരം ചിന്തകൾ മനഃപൂർവ്വം വരുന്നതാവില്ല പലപ്പോഴും. എന്നാൽ അത്തരം ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനായി ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ കാര്യം സ്ഥലം മാറുക എന്നതാണ്. അതായത് നമ്മൾ ഒരു പക്ഷേ റൂമിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ച് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ ആകും നമ്മുടെ ചിന്തകളിലേക്ക് അനാവശ്യ കാര്യങ്ങൾ കടന്നു വരുന്നത്. അതിനാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ നിന്നും പെട്ടെന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഉറപ്പായും നിങ്ങളുടെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബാധിച്ചിരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ തെറ്റായ ചിന്ത മാറും. രണ്ടാമത്തെ കാര്യം സോഷ്യലൈസിങ് ആണ്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആകും നമ്മുടെ മൈൻഡിലേക്ക് അനാവശ്യ ചിന്തകൾ ഓടിയെത്തുക. അതിനാൽ സോഷ്യലൈസിങ് അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകുന്ന, അവരുമായി സംസാരിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ സംസാരിക്കുക അനാവശ്യ ചിന്തകളെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അടുത്തൊരു കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം നൽകരുതെന്നാണ്. ഒഴിവ് സമയം അത് നിങ്ങൾക്ക് ധാരാളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നും ചെയ്യാതെ വെറുതെ സമയം കൊല്ലുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറുകയാണ് ചെയ്യുന്നത്. അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ലാത്ത വിധം നിങ്ങൾ ബിസി ആയിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ പരമാവധി ആവശ്യമായ കാര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക. എന്നാൽ അനാവശ്യ ചിന്തകളിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും. അടുത്താണ് ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. സമയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് കുറേ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് ജീവിതത്തിൽ. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അതങ്ങനെ വലുതാവണം എന്നില്ല, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളും ആവാം. അത് നിശ്ചയിച്ചതിന് ശേഷം അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായി ചിന്തിക്കുന്നതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യും. ഒപ്പം നിങ്ങളെ കൂടുതൽ കർമ്മനിരതരാക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം വായന അല്ലെങ്കിൽ ഹോബികൾ എന്നുള്ളതാണ്. ഒരു ചെറിയ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പ്രവൃത്തി ചെയ്യുക. ഇത് മനസ്സിനെ മാറ്റാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അതിനാൽ ഒരു റൊട്ടീനായുള്ള വായനയെ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തിയോ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക വഴി നിങ്ങളുടെ ചിന്തകളും മാറും. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു നിമിഷം ചിന്തകളിൽ നിന്ന് മാറി ദീർഘമായി ഒന്ന് ശ്വാസം എടുക്കുന്നതും അതുപോലെ തന്നെ ധ്യാനം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ശാരീരിക വ്യായാമം ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ തെറ്റായ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സഹായിക്കും. ഇതോടൊപ്പം തന്നെ പ്രകൃതിയിലേക്കൊന്ന് നടക്കാനും കൂടി ശ്രമിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലേക്കോ മുറ്റത്തേക്കോ അടുത്തുള്ള ചെറിയ തോട്ടങ്ങളിലേക്കോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ തെറ്റായ ചിന്തകളെ അല്ലെങ്കിൽ അനാവശ്യ ചിന്തകളെ മാറ്റിമറിക്കാൻ സഹായിക്കും.